നമസ്കാരം. സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികൾ അരങ്ങേറിയിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴകത്ത് തന്നെയാണ്. DMK ഭരിക്കുന്ന തമിഴകത്തെ ഓരോ മന്ത്രിമാരുടെയും ഓരോ നേതാക്കളുടെയും അഴിമതി വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി തമിഴകം മാത്രമല്ല മറിച്ച് രാജ്യത്തിന് തന്നെ വലിയ ഞെട്ടലുണ്ടായി. ഇതിനൊക്കെ പിന്നിൽ കൃത്യമായി പ്രവർത്തിച്ചതാവട്ടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K. അണ്ണാമലയും. അണ്ണാമലൈ DMK ഫയൽസ് തുറന്നപ്പോഴാണ് DMK മന്ത്രിമാർ പോലും ജയിലിൽ കിടക്കേണ്ട ഒരു സ്ഥിതിവിശേഷം തമിഴകത്ത് ഉണ്ടായത്. എന്തായാലും അണ്ണാമലൈ DMK ഫയൽസിന്റെ ഒരു സീരീസ് തന്നെ ഇറക്കി തുടങ്ങുമെന്നുള്ള വലിയ സംശയം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു സുപ്രധാന വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. അനധികൃത മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായ സാമ്പത്തിക ലാഭം ആരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അവരെ ഒന്നും ED വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് തമിഴകത്തിന്റെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K. അണ്ണാമലൈ പറയുന്നത്. അനധികൃത മണൽ ഖനനം നടത്തുന്നവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെറുതെ വിടില്ല എന്നും തമിഴ്നാട്ടിലെ മണൽ ഖനനത്തിന്റെ തലസ്ഥാനമാണ് വെല്ലൂർ ജില്ല എന്നും അണ്ണാമലൈ മാധ്യമങ്ങളെ അറിയിക്കുന്നുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ വെല്ലൂർ മേഖലയിലെ നദി മണൽ ഖനനത്തിലും വിൽപ്പനയിലും ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ട് എന്ന ആരോപണത്തെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ അന്വേഷണം നടത്തി വരികയാണ് എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഇതേക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അണ്ണാമലൈ. സാമ്പത്തിക ക്രമക്കേടിൽ ആരെയെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഏതെങ്കിലും DMK നേതാക്കൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയൊന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെറുതെ വിടില്ല എന്ന് തന്നെയാണ് അണ്ണാമലൈ പറയുന്നത്. വെല്ലൂർ ജില്ലാ വനത്തോട് ചേർന്നുള്ള പൊന്നായി നദിയിൽ നിന്നും അനധികൃതമായി മണൽ ഖനനം ചെയ്യുന്നുണ്ട് എന്നുള്ള പരാതി ഉയരാൻ തുടങ്ങിയിട്ട് ദീർഘകാലമായി. ലോറികളും ട്രാക്ടറുകളുമാണ് പുഴയിൽ നിന്ന് അനധികൃതമായി ഇപ്പോൾ മണൽ കടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം പരാതികളെ തുടർന്ന് തമിഴ്നാട്ടിലെ നിരവധി ക്വാറി സൈറ്റുകളിൽ EDയുടെ ഭാഗത്തു നിന്ന് അന്വേഷണം ഉണ്ടായിരുന്നു. അനധികൃത മണൽ ഖനനത്തെക്കുറിച്ചുള്ള അന്വേഷണം അവിടെ പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ ഖജനാവിൽ നിന്ന് മാത്രമല്ല DMK കൊള്ളയടിക്കുന്നത് എന്ന് മനസ്സിലായിരിക്കുന്നു, മറിച്ച് അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ അടക്കം വലിയ തോതിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഓരോ ചൂഷണത്തിനും ചുക്കാൻ പിടിക്കുന്നതാവട്ടെ DMKയുടെ തന്നെ ഉന്നതരായ നേതാക്കളാണ്. ചിലരൊക്കെ അതിൽ മന്ത്രിസഭയിൽ ഉണ്ട് താനും. എന്തായാലും അണ്ണാമലൈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി ഇനിയും കൂടുതൽ അഴിമതി കഥകൾ പുറത്തുവിടുമെന്ന് ഉറപ്പാണ്. അതിനുള്ള ആദ്യത്തെ സൂചനയാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സാമ്പത്തിക ക്രമക്കേട് ആരൊക്കെ നടത്തിയിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ടായിരിക്കുമെന്ന് അണ്ണാമലൈ പറയുമ്പോൾ തീർച്ചയായും അദ്ദേഹവും അതിന് പിന്നിലുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 8 മലയാളം.